the edges are opposed. Okay, the edges are opposed, and healing occurs with a minimal scarring. So here the wound is sutured with the help of clips or sutures. So ഒരു ക്ലീൻ കട്ട് wound ആ wound. സോ ആ wound ഒരു ക്ലീൻ കട്ട് wound അതിനെ early suturing വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. So second intention means there is excessive loss of cells and tissue and infection is present. അപ്പം പ്രൈമറിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലീൻ wound ഇൻഫെക്ഷൻ ഒന്നും കാണത്തില്ല, എഡ്ജസ് എല്ലാം കറക്റ്റ് ആയിരിക്കും, ഒരു മിനിമൽ സ്കാറിങ് വഴി കറക്റ്റ് ആക്കാൻ പറ്റും. സെക്കൻഡറി ഇൻറ്റൻഷനിൽ ദർ വിൽ ബി എക്സ്റ്റെൻസീവ് ലോസ് ഓഫ് സെൽ ആൻഡ് ടിഷ്യൂ. ഒരു മിനിമം ലിമിറ്റിനെക്കാട്ടിയും കൂടുതൽ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു മിനിമം ലിമിറ്റിനെക്കാട്ടിയും കൂടുതൽ അവിടെ നിന്ന് ടിഷ്യൂസും സെൽസും എല്ലാം പോയിരിക്കുന്നു. സോ പ്രൈമറി suturing is not possible. So here more scar tissue is there. Okay, wound heals with more scar tissue and more intense inflammation will be seen. Secondary സ്റ്റേജിലാണ് ഗ്രാനുലേഷൻ ഫോം ചെയ്യണം. The secondary intentionലാണ് the wound healed by granulation and the steps include granulation, contraction and epithelialization. സോ സെക്കൻഡറി woundൽ നമ്മൾ പ്രൈമറി woundൽ പറഞ്ഞത് wound ക്ലിയർ ആയിരിക്കും, അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും കാണത്തില്ല. പക്ഷേ സെക്കൻഡറിയിൽ wound ക്ലിയർ അല്ല, ഇൻഫെക്ഷൻ ആയിരിക്കും, സൂപ്പർഫിഷ്യൽ ലെയർ മാത്രമല്ല കുറച്ച് ഡീപ്പിലോട്ടുള്ള ലെയറും ഇൻവോൾവ് ആയി കാണും. അപ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ട് വേണ്ടിയത് അവിടെ കുറച്ച് ഗ്രാനുലേഷൻ ടിഷ്യൂ വന്നതിന് ശേഷമാണ് അത് ഹീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ടെർഷറി wound എന്ന് പറയുമ്പോൾ wound കുറേ നാൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ, അതായത് ദ wound ഈസ് ലെഫ്റ്റ് ഓപ്പൺ ഫോർ ലോങ് ടൈം and it may require skin grafting. So wound, there will be increased granulation tissue, so it requires suturing with the scar. നമ്മൾ പറഞ്ഞത് wound, so wound is simply a discontinuity in the surface epithelium. Okay, wound is simple when the skin is only involved, and the wound is said to be complex when it involves the nerves, vessels and tendon. And the types of suturing, mainly 3 types. First one is a primary suturing. It is done within 6 hours. Then the wound will be clean. And delayed primary suturing means when the wound is lacerated and it is done within 48 hours. And secondary suturing means for more than 10 to 15 days. Primary suturing എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ. ഡിലേഡ് പ്രൈമറി മീൻസ് ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. സെക്കൻഡറി suturing എന്ന് പറഞ്ഞാൽ ഒരു 10-14 ദിവസം വീണ്ടും കഴിയും, അതിൻ്റെ കൂടെ തന്നെ ആ wound ഇൻഫെക്റ്റഡും ആയിരിക്കും. സോ wound ഹീലിംഗിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈമറി ഇൻറ്റൻഷൻ. പ്രൈമറി ഇൻറ്റൻഷൻ ഏത് സ്റ്റേജിലാന്ന് വെച്ചാൽ the wound will be clean in appearance and it will be uninfected. The edges are opposed, so it is corrected by using clips or sutures. There will be minimum scarring will be present. സോ എഡ്ജ് വളരെ ക്ലീൻ ആയിരിക്കും, സൂച്ചർ ഇട്ടുമ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് സെക്കൻഡറി ഇൻറ്റൻഷൻ മീൻസ് ദർ വിൽ ബി എക്സസ് ലോസ് ഓഫ് സെൽ ആൻഡ് ടിഷ്യൂ. സെൽസും ടിഷ്യൂവും ഒരുപാട് അവിടെ നഷ്ടപ്പെടുന്നു, അവിടെ ഇൻഫെക്ഷനും ഉണ്ടാകുന്നു. സോ ഹിയർ ഹീലിംഗ് ഈസ് ഡൺ മൈൻലി ത്രീ സ്റ്റെപ്സ്: ഗ്രാനുലേഷൻ, കോൺട്രാക്ഷൻ ആൻഡ് എപ്പിത്തലൈസേഷൻ. ഈ 3 സ്റ്റേജ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഹീലിംഗ് നടക്കത്തുള്ളൂ. നെക്സ്റ്റ് ടെർഷറി ഇൻറ്റൻഷൻ. ടെർഷറി മീൻസ് ഒരുപാട് നാൾ wound ഓപ്പൺ ആയി കിടക്കുമ്പോൾ വന്നതാണ്. ഇറ്റ് ഈസ് യൂഷ്വലി കറക്റ്റഡ് ബൈ യൂസിങ് സ്കിൻ ഗ്രാഫ്റ്റിംഗ്. സോ നെക്സ്റ്റ് ഈസ് ബ്ലണ്ട് ഓർ പെനിട്രേറ്റിംഗ് ട്രോമ. അപ്പോൾ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ നടക്കുമ്പോഴാണ് ഈ ട്രോമ ഉണ്ടാകുന്നത്. ഓക്കെ, യൂഷ്വലി ബൈ ദ falls or by physical attack with a dull object. സോ അതിലൊരു ഇമ്പോർട്ടൻ്റ് ഡയഗ്നോസിസ് ആണ് ഫാസ്റ്റ്. ഓക്കെ, ഫാസ്റ്റ് മീൻസ് ഫോക്കസ്ഡ് അസസ്മെൻറ്റ് വിത്ത് സോണോഗ്രാഫി ഫോർ ട്രോമ. ഒരു ഇഞ്ചുറി നടന്നു കഴിഞ്ഞ്, യൂഷ്വലി ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള ഇഞ്ചുറികളൊക്കെ നടന്നു കഴിഞ്ഞ് ഒരു 2 to 4 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഫാസ്റ്റ്. ഓക്കെ, എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അകത്തുള്ള
ഓർഗൻസിനുള്ള, മെയിൻലി അബ്ഡോമിനൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. മോസ്റ്റ് കോമൺ ഓർഗൻ ഇഞ്ചേർഡ് ഇൻ ബ്ലൻഡ് ട്രോമ അബ്ഡോമൻ. സോ മോസ്റ്റ് കോമൺ organ injured in the blended trauma of the abdomen, it is spleen. Okay. Most common organ involved in the penetrating trauma. Okay. പെനിട്രേറ്റിംഗ്, അതായത് സ്റ്റാബ് വുണ്ട്, ആരെങ്കിലും കത്തിയൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞാൽ അത് പെനിട്രേറ്റിംഗ് വുണ്ടിലാണെങ്കിൽ മോസ്റ്റ് കോമൺലി മെയിൻലി സ്മോൾ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് കോമൺ ഇഞ്ചേർഡ് ബവൽ ഇൻ ബ്ലഡ് ട്രോമ ഈസ് ജെജുനം. ബവൽ ഏത് ബവലാണ് കൂടുതൽ ഇഞ്ചേർഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ജെജുനം. ഓക്കെ. സോ ബ്ലണ്ട് ഓർ നോൺ പെനിട്രേറ്റിംഗ് ട്രോമ മീൻസ് സഡൻ ഫോൾസ് ഓർ ഫിസിക്കൽ അറ്റാക്സിലാണ് കൂടുതൽ ചെയ്യുന്നത്. സോ ദ പേഷ്യൻറ്റ് വിൽ ബി ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ. സോ ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സോണോഗ്രാഫി, ഇറ്റ് ഈസ് എ ഫോം ഓഫ് അൾട്രാസോണോഗ്രാഫി. The full form is focused assessment with the sonography for trauma. It is performed within 2 to 4 minutes. Next is most common organ injured in blunt trauma abdomen is the spleen. Penetrating trauma abdomen is the small intestine, and most common bowel involved is the jejunum. Next, erysipelas. Okay. അപ്പോൾ ഇതാണ് എരിസിപ്പിലസിൻ്റെ പിക്ചർ. എരിസിപ്പിലസ് അതെന്താ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇറ്റ് ഈസ് എ സ്പ്രെഡിങ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓൺലി ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ വിൽ ബി അഫക്റ്റിംഗ്, ആൻഡ് ദ മോസ്റ്റ് കോമൺ ഓർഗാനിസം ഈസ് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. സോ ഹിയർ ഇറ്റ് ഈസ് കാറ്റേഴ്സ് വിത്ത് ടോക്സിമിയ. As a consequence of subcutaneous involvement, there will be involvement in the lymph vessels also. Okay. The discharge will be serous in appearance. So erysipelasil mainly സ്കിന്നും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ മാത്രമായിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ്. ടോക്സിമിയ ഇതിൽ കാണപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ലിംഫ് വെസൽസിനെ ഇൻവോൾവ് ചെയ്ത് ലിംഫഞ്ചൈറ്റിസ് ഉണ്ടാവും. ലിംഫ് അഞ്ചൈറ്റിസും ലിംഫ് അഡിനൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിംഫ് അഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിംഫ് വെസലുകളുടെ ഇൻഫ്ലമേഷനും ലിംഫ് അഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിംഫ് നോഡുകളുടെ ഇൻഫ്ലമേഷനുമാണ്. സോ സെല്ലുലൈറ്റിസ് മെയിൻലി ദർ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആൻഡ് ഫേഷ്യൽ പ്ലെയിൻസ്. ഏത് റീജിയനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ആ റീജിയൻ്റെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെയും അതിൻ്റെ ഫേഷ്യൽ പ്ലെയിനെയാണ് ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. The most common organism is the Streptococcus pyogenes. ഈ എരിസിപ്പിലസിന് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും കാണത്തില്ല, പക്ഷേ സെല്ലുലൈറ്റിസിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ദ മെയിൻ കോംപ്ലിക്കേഷൻസ് ആർ ദ ആപ്സിസ്, ബാക്ടീരിയമിയ, പൈമിയ ആൻഡ് ലോക്കൽ ഗാംഗ്രീൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് സിംറ്റം ആണ്, ദാറ്റ് ഈസ് ദ മിലാൻ ഇയർ സൈൻ. ഓക്കെ. മിലാൻ ഇയർ സൈൻ എന്ന് പറഞ്ഞാൽ ദ സെല്ലുലൈറ്റിസ് ഡസ് നോട്ട് ഇൻവോൾവ് ദ സ്കിൻ ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ലി adherent to the subcutaneous tissue എന്നാണ് പറഞ്ഞുതരാം. സോ ഇതാണ് ഒരാൾക്ക് സെല്ലുലൈറ്റിസ് വന്നതിൻ്റെ കുറച്ച് ക്ലിനിക്കൽ ഫീച്ചർ. ഓക്കെ. സെല്ലുലൈറ്റിസും എരിസിപ്പിലസും. ഓക്കെ. എരിസിപ്പിലസിനെ സെല്ലുലൈറ്റിസിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യണ ഒരു ഫീച്ചറാണ്. ഓക്കെ. Erysipelas, there will be a cuticular lymphangitis that spread from the face to the pinna. Okay. എരിസിപ്പിലസിൽ സ്പ്രെഡിങ് കൂടുതലായിരിക്കും. എരിസിപ്പിലസ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ റീജിയനിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. എരിസിപ്പിലസിലാണെങ്കിൽ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ സെല്ലുലൈറ്റിസിലാണെന്നുണ്ടെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ റീജിയനിൽ സ്റ്റോപ്പ് ചെയ്ത് വരും. ഇറ്റ് ഓൺലി ലിമിറ്റഡ് ടു ദ subcutaneous tissue and stops in the short of pinna. Okay, because it is closely attached to the skin and cartilage. നേരത്തെ പറഞ്ഞതുപോലെ അത് സ്കിന്നിനെ മാത്രമേ ഇൻവോൾവ് ചെയ്യത്തുള്ളൂ, ബാക്കി ഡീപ്പർ ലെയറിലോട്ട് പെൻട്രേറ്റ് ചെയ്ത് പോകത്തില്ല. എരിസിപ്പിലസ് ഒരു കാരണവശാലും സ്പ്രെഡ് ചെയ്യത്തില്ല, പക്ഷേ
സെല്ലുലൈറ്റിസ് ആ സ്കിന്നിൽ നിന്നും ബാക്കി റീജിയനിലോട്ട് പോകാറുണ്ട്. സോ അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. സോ എരിസിപ്പിലസ് ആൻഡ് സെല്ലുലൈറ്റിസ്. സോ മോസ്റ്റ് കോമൺ ഓർഗാനിസം രണ്ടും സെയിം തന്നെയാണ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. സെല്ലുലൈറ്റിസ് യൂഷ്വലി ഒരു സ്റ്റെഫൈലോകോക്കസ് ഓറിയസും കൂടെ കാണും. അപ്പം എരിസിപ്പിലസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിനൊരു ലൈൻ ഓഫ് ഡിമാർക്കേഷൻ കാണും. ഈ എരിസിപ്പിലസ് വന്നു കഴിഞ്ഞാൽ ആ ടിഷ്യൂസിൻ്റെ റീജിയനെയും ഈ നോർമൽ റീജിയനെ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ബാധിച്ച റീജിയനെയും തമ്മിൽ നോക്കുമ്പോൾ എരിസിപ്പിലസിന് ഒരു ക്ലിയർ ഡിമാർക്കേഷൻ അവിടെ കാണും. ഇറ്റ് ഇൻവോൾവ്സ് ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആൻഡ് ലിംഫാറ്റിക് വെസൽ. എരിസിപ്പിലസ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെയും ലിംഫാറ്റിക് വെസൽസിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷേ സെല്ലുലൈറ്റിസ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസിനെ ഡീപ്പറായിട്ട് ഇൻവോൾവ് ചെയ്യും. എരിസിപ്പിലസിന് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കാണും, പക്ഷേ ഇതിൽ എന്തെങ്കിലും ഫിഷറോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ കാണത്തുള്ളൂ. എരിസിപ്പിലസിൻ്റെ കോമൺ സൈറ്റ് ഫേസ് ആണ്. സെല്ലുലൈറ്റിസ് കോമൺലി ലെഗിലായിരിക്കും കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എരിസിപ്പിലസിൽ ഒരു വെൽ ഡിഫൈൻഡ് മാർജിൻ കാണും. വെസിക്കിൾസ് ഓർ ബുള്ളെ ഫോർമേഷൻ കാണും എരിസിപ്പിലസിൽ. സെല്ലുലൈറ്റിസിൽ ആ ബുള്ളെ ഫോർമേഷൻ കുറച്ച് സിവിയർ ആയിരിക്കും. എരിസിപ്പിലസ് സെൽഫ് ലിമിറ്റിംഗ് ആണ്, പക്ഷേ ഈ സെല്ലുലൈറ്റിസ് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. സോ കാർബങ്കിൾ is a infective gangrene of the skin and subcutaneous tissue. And the most common organism is the Staphylococcus aureus. So ഇതാണ് കാർബങ്കിൾ. കാർബങ്കിളിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ ആന്ത്രാസിനും നല്ലൊരു മെഡിസിനാണ് ഈ കാർബങ്കിളിനും ഇതൊക്കെ കൊടുക്കാനായിട്ട്. സോ അതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആന്ത്രാസിനത്തിന് there will be terrible burning pain. ഓക്കെ, അപ്പോൾ ആന്ത്രാസിനത്തിൻ്റെ കീനോട്ടിലാണ് നമ്മൾ ആ കെൻറ്റ് ഹെറിങ്ങി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളത്. ടു കോൾ കാർബങ്കിൾ എ സർജിക്കൽ ഡിസീസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് അബ്സ്യൂഡിറ്റി. ഓക്കെ, അങ്ങനെ ഒരു സെൻറ്റൻസ് ഹെറിങ്ങി പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് ആന്ത്രാസിനം. സോ ആന്ത്രാസിനം നമ്മളെ കാർബങ്കിളിന് ഒരു നല്ല ഇമ്പോർട്ടൻ്റ് മെഡിസിനാണ്. ഓക്കെ, ദ ക്ലിനിക്കൽ ഫീച്ചർ there will be pain, throbbing pain will be there, swelling, redness and vesicle formation. The typical appearance is the rosette appearance. Okay, rosette appearance will be seen. So most commonly it is seen in the nape of the neck and mostly seen in diabetic patients. Okay, ഇതുവരെ പറഞ്ഞത് എരിസിപ്പിലസ് ആണ് ഫസ്റ്റ് തുടങ്ങിയത്. സോ എരിസിപ്പിലസ് മീൻസ് ഇറ്റ് ഈസ് എ spreading inflammation of the skin and the subcutaneous tissue. Mostly Streptococcus pyogenes is the cause, and the toxemia is a common symptom. Most common symptoms include cutaneous lymphangitis and vessels involved. So cellulitis in the causative organism Streptococcus pyogenes ആണ്. അതിന് കുറേ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിലൊന്നാണ് ആപ്സിസ്, നെക്സ്റ്റ് ബാക്ടീരിയമia, then പൈമിയ. One of the important clinical feature is the Milan ear sign. Okay, Milan ear sign means cellulitis does not involve because the skin is closely adherent to the subcutaneous tissue. Okay, erysipelas is a circular. Erysipelas is being cuticular lymphangitis spread. Okay, from the face to the pinna. While the cellulitis, which is spreading inflammation of the subcutaneous tissue, which stops the pinna because of the close adherent to the skin and cartilage. അപ്പോൾ ഈ സെല്ലുലൈറ്റിസ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അതാണ് മിലാൻ ഇയർ സൈൻ. എരിസിപ്പിലസ് എന്ന് പറഞ്ഞാൽ മൊത്തം റീജിയനിൽ കാണും, പക്ഷേ സെല്ലുലൈറ്റിസ് പിന്നെ ഇത്ര റീജിയനിലേ കാണത്തുള്ളൂ, ബാക്കി അങ്ങോട്ട് പോകത്തില്ല. സോ എരിസിപ്പിലസ്
Clinical differentiation: erysipelas is caused by Streptococcus pyogenes. Cellulitis is caused by Streptococcus pyogenes and rarely with the Staphylococcus aureus. നേരത്തെ പറഞ്ഞതുപോലെ erysipelas it involve the subcutaneous tissue and the lymphatic vessel. Cellulitis it only involve the subcutaneous tissue. So common site face bridge of the nose ആണ്. പക്ഷെ സെല്ലുലൈറ്റിസ് കോമൺലി ലെഗിലായിരിക്കും കാണുന്നത്. എരിസിപ്പുലസിൽ ഒരു ക്ലിയർ മാർജിൻ കാണാൻ പറ്റും. സെല്ലുലൈറ്റിസിൽ അങ്ങനെ മാർജിനോ അങ്ങനെയൊന്നും ഇല്ല. എരിസിപ്പുലസ് ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. സെല്ലുലൈറ്റിസ് ട്രീറ്റ് ചെയ്തില്ല, കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നെക്രോസിസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് കാർബങ്കിൾ. കാർബങ്കിൾ ഇസ് എ ഇൻഫെക്റ്റീവ് ഗാംഗ്രീൻ ഓഫ് ദ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. മോസ്റ്റ് കോമൺ കോസ് ആണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സോ ഹോമിയോപ്പതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ് ആന്ത്രാസിനം. ഒരുപാട് മെഡിസിൻ ഉണ്ട്, പക്ഷേ ആന്ത്രാസിനും ടെർഡുല ഒക്കെ നല്ല മെഡിസിൻസ് ആണ്. സോ ദ ക്ലിനിക്കൽ സിംറ്റംസ് ഇൻക്ലൂഡ് throbbing pain, swelling, redness and vesicles. The typical appearance will be rosette appearance. ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ നോക്കുമ്പോൾ യൂറിനിലെ ഷുഗറും കീറ്റോൺ ബോഡീസും അതെല്ലാം നോക്കാം. മോസ്റ്റ്ലി കാർബങ്കിൾ വന്നത് നേപ്പ് ഓഫ് നെക്കിലാണ്, നെക്കിൻ്റെ ബാക്കിലാണ്. യൂഷ്വലി ഡയബറ്റിക് പേഷ്യൻസിലായിരിക്കും കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ് ആണ് ബോയിൽസ്. ബോയിൽസ് ഓർ ഫറങ്കിൾ. ബോയിൽസ് ഓർ ഫറങ്കിൾ മീൻസ് ഹെയർ ഫോളിക്കിളിന് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതുണ്ടാകുന്നത്. And the causative organism Staphylococcus ആണ്. So dangerous boil means boil occurring on the skin of the face. Tender boil usually painful or tender boil is seen in the external auditory area, and sweet boil is seen in diabetic patient, and blunt boil means which heal without any suppuration. So ഇതാണ് boil. Boil എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ഫോളിക്കിളിൻ്റെ ഇൻഫെക്ഷൻ ആണ് boil എന്ന് പറയാൻ. സ്റ്റെഫൈലോകോക്കസ് ആണ് കോസറ്റീവ് ഓർഗാനിസം. സോ ഫേസിൽ, സ്കിൻ ഓഫ് ദ ഫേസിൽ വന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇയറിൻ്റെ ഓഡിറ്ററി കനാലിൽ വന്നാൽ അതിന് ടെൻഡർ ബോയിൽ എന്ന് പറയും, നല്ല പെയിൻഫുൾ കണ്ടീഷനാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ സ്വീറ്റ് ബോയിൽ എന്ന് പറയും, അങ്ങനെ ബോയിൽ വന്നതിന്. ദെൻ ബ്ലൈൻഡ് ബോയിൽ ഓർ ഡൾ ബോയിൽ മീൻസ് സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ അത് ഹീലായി വരും. നെക്സ്റ്റ് ആപ്സിസ്. ആപ്സിസ് മീൻസ് ലോക്കലൈസ്ഡ് കളക്ഷൻ ഓഫ് പസ്. കുറച്ച് പർട്ടിക്കുലർ റീജിയനിൽ ഈ പസ് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംറ്റത്തിനെയാണ് ആപ്സിസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് പയോജനിക്. ഓക്കെ, പയോജനിക് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ ഇൻഫെക്ഷൻ വന്ന് പസ് ഫോർമേഷനൊക്കെ നടന്നതുകൊണ്ടാണ് പയോജനിക് ആപ്സിസ് എന്ന് പറയാൻ കാര്യം. യൂഷ്വലി സബ്ക്യൂട്ടേനിയസ് റീജിയനിലാണ് കൂടുതൽ ഈ ആപ്സിസ് കാണുന്നത്. അതിൻ്റെ ബാക്ടീരിയ സ്റ്റെഫൈലോകോക്കസും സ്ട്രെപ്റ്റോകോക്കസും ആണ് ആപ്സിസ്. നെക്സ്റ്റ് പൈമിക് ആപ്സിസ് മീൻസ് ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം വന്നതാണ് പൈമിക് ആപ്സിസ്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കോൾഡ് ആപ്സിസ്. ഓക്കെ, കോൾഡ് ആപ്സിസ് ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. യൂഷ്വലി ട്യൂബർകുലോസിസ് ഒക്കെ വരുമ്പോഴാണ് കാണുന്നത്. കോൾഡ് ആപ്സിസ് മീൻസ് ആപ്സിസിന് വിച്ച് ഹാസ് നോ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. നമ്മളെ കാർഡിനൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ ഒന്നും കാണത്തില്ല. റെഡ്നെസ്, പെയിൻ, സ്വെല്ലിംഗ്, ലോസ് ഓഫ് ഫങ്ഷൻ അങ്ങനെയൊന്നും കാണത്തില്ല. ഇത് യൂഷ്വലി ഫോംഡ് ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് tuberculosis. Okay, following TB, lymphadenitis or TB of spine. TB of spine is another important disease and hot spine. Okay, the chronic disease may produce cold abscess, leprosy and actinomycosis. Usually and the common site നെക്കും ആക്സിലയാണ്. ട്യൂബർകുലോസിസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത് വരാനുള്ള സാധ്യത. നെക്സ്റ്റ് ഈസ് ദ പൈലോനീഡൽ സൈനസ്. പൈലോനീഡൽ സൈനസ് മീൻസ് റിക്കറന്റ് ആപ്സിസ് ഫോർമേഷൻ ഉണ്ട്. പൈലോണിയൽ സൈനസിന്റെ വേറൊരു പേരാണ് ജീപ്പ് ഡ്രൈവർ സൈനസ് എന്നും പറയും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം അവർ ഇരിക്കുമ്പോൾ ആ റീജിയനിലുള്ള ഹെയറും അവിടെയുള്ള ഇൻഫെക്ഷൻ ആയിട്ടാണ് ഈ വിട്ട് ഈ സൈനസ് വരാൻ കാരണം. മോസ്റ്റ് കോമൺലി ബിറ്റ്വീൻ പ്യൂബർട്ടി ആൻഡ് 40 years of age are affected more. So males are most affected. So there will be intergluteal pain will be there. Okay, ഇന്റർഗ്ലൂട്ടിയൽ, ഗ്ലൂട്ടിയൽ റീജിയൻ, രണ്ട് ഗ്ലൂട്ടിയൽ റീജിയൻ്റെ ആ ഇടയ്ക്കുള്ള റീജിയനിലാണ് പൈലോണിഡൽ സൈനസിൽ പെയിൻ ഉണ്ടാകുന്നത്. ദർ വിൽ ബി പെയിൻ. അപ്പോൾ സൈനസ് അത് ഡിസ്ചാർജിങ് സൈനസ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഡിസ്ചാർജസ്. ഓക്കെ, ഡിസ്ചാർജ് ഫ്രം ദ സൈനസ് ആൻഡ് ദർ വിൽ ബി ഇന്റർമീഡിയന്റ് സ്വെല്ലിംഗ് വിൽ ബി ദർ. ചിലപ്പം ദർ വിൽ ബി മ്യൂക്കോപുള്ളൻ ഡിസ്ചാർജ് വിൽ ബി ദർ ആൻഡ് സംടൈംസ് ദർ വിൽ ബി ബ്ലഡി ഡിസ്ചാർജ് വിൽ ബി ദർ. സോ ഇത് അക്യൂട്ട് സിംറ്റംസ് ആണ് ഈ പറഞ്ഞത്. പക്ഷെ ക്രോണിക് കേസിലാണെങ്കിൽ അത് കാരണം ഫീവറും വീക്ക്നെസ്സും എല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ഹൈഡ്രാറ്റിസ്
സപ്പറേറ്റീവ. ഹൈഡാറ്റിസ് സപ്പറേറ്റീവ എന്ന് പറഞ്ഞാൽ മെയിൻലി ദ അപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്സ് ആർ അഫക്റ്റഡ്. ഓക്കെ, ഇൻഫെക്ഷൻ സ്കിന്നിന്റെ അപ്പോക്രൈനുണ്ട് എക്രൈനുണ്ട്. അപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്സ് എവിടെ കാണുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഓപ്പൺ ടു ദ ഹെയർ ഫോളിക്കിൾ. ഇത് മെയിൻലി ഡയബറ്റിക് പേഷ്യൻസിലാണ് കാണുന്നത്, ആക്സിൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാർബങ്ങളും ഹൈഡാറ്റിസ് സപ്പറേവ ഈ രണ്ട് കണ്ടീഷനും ഡയബറ്റിക് പേഷ്യൻസിലാണ് കൂടുതൽ കാണുന്ന. മോസ്റ്റ് കോമൺ ഓർഗാനിസം ഇസ് ദ സ്റ്റെഫൈലോകോക്കസ്. സോ ഇതിന്റെ ടിപ്പിക്കൽ അപ്പിയറൻസ് ഇതാണ്. അതിന്റെ ടിപ്പിക്കൽ അപ്പിയറൻസ്. ഓക്കെ, the clinical feature നോക്കുമ്പോൾ there will be red, inflamed and painful bumps on the skin. Okay, there will be painful red inflamed bumps on the skin. So ഇതാണ് clinical typical appearance and the common site under the breast, then above the genital region, അവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത. പിന്നെ ഫ്രിക്ഷൻ കൊണ്ടും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഈസ് പോട്ട് പഫി ട്യൂമർ. പോട്ട് പഫി ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കളിൻ്റെ ഫ്രോണ്ടൽ ബോൺ ഈ റീജിയനിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് വരുമ്പോൾ അതിൻ്റെ പേരാണ് പോട്ട്സ് പഫി ട്യൂമർ. നെക്സ്റ്റ് കോക്സ് പെക്യൂലിയർ ട്യൂമർ. കോക്സ് പെക്യൂലിയർ ട്യൂമർ എന്ന് പറഞ്ഞാൽ സെബേഷ്യസ് സിസ്റ്റ് സ്കാൽപ്പിൽ വന്നു കഴിഞ്ഞു, അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ കോക്സ് പെക്യൂലിയർ ട്യൂമർ വരാനുള്ള സാധ്യത. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. സോ ബോയിൽ എന്ന് പറഞ്ഞാൽ ഹെയർ ഫോളിക്കിളിൻ്റെ ഇൻഫെക്ഷൻ ആണ്. മോസ്റ്റ് കോമൺ ഓർഗാനിസമാണ് സ്റ്റെഫൈലോകോക്കസ്. സ്വീറ്റ് ബോയിൽ ഡയബറ്റിക് പേഷ്യൻസിലായിരിക്കും കൂടുതൽ കാണുന്നത്. പിന്നെ ആപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ പസ് കളക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പേരാണ് ആപ്സിസ് എന്ന് പറയുന്നത്. അതിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പയോജനിക് മീൻസ് pus formation will be there, and the most common causes the staphylococcus and streptococcus. Pyemic means ബ്ലഡിലും ഇൻഫെക്ഷൻ ആയി കാണും. കോൾഡ് ആപ്സിസ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കോൾഡ് ആപ്സിസ് എന്ന് പറഞ്ഞാൽ ട്യൂബർകുലോസിസ് വന്നതിന് ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ കോൾഡ് ആപ്സിസ് വന്നത്. അതിൻ്റെ കോമൺ സൈറ്റ് എന്ന് പറയുമ്പോൾ നെക്കും ആക്സിലയാണ്. നെക്സ്റ്റ് പൈലോനീഡൽ സൈനസ് മെയിൻലി ഇന്റർ ഗ്ലൂട്ടിയൽ റീജിയനിലായിരിക്കും കൂടുതൽ കാണുന്നത്. വിട്ട് ആപ്സിസ് ആയിട്ട് അത് വന്നുകൊണ്ടിരിക്കും. there will be pain and swelling will be there. So acute symptoms, there will be intergluteal region pain, intermittent swelling will be there. The discharge will be bloody in appearance. And chronic pyeloneedral sinus means there will be recurrent drainage. Okay, there will be recurrent infection and pain will be there. Then constitutional symptoms like fever and malaise will be present. Next ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് ഹൈഡാറ്റിസ് സപ്പറേവ. എന്ന ഈ കണ്ടീഷൻ മോസ്റ്റ് കോമൺലി ആർക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ കാർബങ്കിൾ വന്ന അതുപോലെ തന്നെ ഈ ഹൈഡാറ്റിസ് സപ്പറേവ മെയിൻലി ആ റീജിയനിൽ തന്നെയാണ് കൂടുതൽ വരുന്നത്. സോ ആക്സില നമ്മൾ കാർബങ്കിൾ പറഞ്ഞപ്പോൾ അത് നെക്ക് റീജിയനിലാണ് വന്നത്, പക്ഷേ ഈ ഹൈഡാറ്റിസ് സപ്പറേവ വന്നത് ആക്സില റീജിയനിലാണ് കൂടുതൽ വന്നത്. ആൻഡ് മോസ്റ്റ് കോമൺ ഓർഗാനിസമാണ് സ്റ്റെഫൈലോകോക്കസ്. സോ ഇതാണ് എൻ്റെ ക്ലിനിക്കൽ അപ്പിയറൻസ്. ക്ലിനിക്കലി സംഭവം ഇങ്ങനെ ഇരിക്കും. So there will be red inflamed painful bumps will be seen on the skin. Okay, then spot puffy tumor means there is a osteomyelitis of the frontal bone of the skull, and the most common cause is chronic frontal sinusitis and trauma. Next കോക്സ് പെക്യൂലിയർ ട്യൂമർ എന്ന് പറഞ്ഞാൽ സ്കാപ്പിലുള്ള സെബേഷ്യസ് സിസ്റ്റ് കറക്റ്റ് ട്രീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇറ്റ് റിസംബിൾ ഫംഗേറ്റിംഗ് എപ്പിത്തീലിയോമ. നെക്സ്റ്റ് പ്രോപ്പർ അൾസറിലോട്ട് നമുക്ക് വരാം. അൾസർ മീൻസ് എ ബ്രീച്ച് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കോസ. അൾസർ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ റീജിയനുള്ള സ്കിന്നിനും മ്യൂക്കോസയ്ക്കും എന്തെങ്കിലും ഒരു ആ കണ്ടിന്യൂറ്റിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ബാധിക്കുമ്പോഴാണ് അവിടെ അൾസർ ഫോം ചെയ്യുന്നത്. ഈ അൾസർ പറയുമ്പം അതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പല തരത്തിലുള്ള അൾസേഴ്സ്.
ഓരോ തരത്തിലുള്ള അൾസേഴ്സിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ, ഈ ഓരോ അൾസറിൻ്റെ എഡ്ജസ് എങ്ങനെ, ഓരോ അൾസർ തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഇസ് ദ കോളർ ബട്ടൺ ഓർ stud ulcer. Collar button or stud ulcer, it is commonly seen in ulcerative colitis and Crohn's disease. So just note down, collar button or stud ulcer is mostly seen in ulcerative colitis and Crohn's disease. Punched out ulcer. Punched out ulcer will be commonly seen in syphilis. Okay. So ulcer, ഇതാണ് അൾസറിൻ്റെ മാർജിൻ. ഇതാണ് അൾസറിൻ്റെ മാർജിൻ. മാർജിൻ ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ അൾസർ ആൻഡ് ദ നോർമൽ എപ്പിത്തീലിയം. ഒരു അൾസറും അതിനെ സറൗണ്ട് ചെയ്ത നോർമൽ എപ്പിത്തീലിയം തമ്മിലുള്ള ജംഗ്ഷനാണ് മാർജിൻ എന്ന് പറയുന്നത്. എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏരിയ ബിറ്റ്വീൻ മാർജിൻ ആൻഡ് ഫ്ലോർ. മാർജിനും ഫ്ലോറും തമ്മിലുള്ള ആ റീജിയനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ദ അൾസർ, ദ ബേസ് ഓഫ് ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ദ അൾസർ. ബേസ്, ഇതാണ് ബേസ്. ബേസ് മീൻസ് where the ulcer will rest. ഇത് ബേസ്, അൾസറിൻ്റെ ബേസ്, ഇത് അൾസറിൻ്റെ എഡ്ജ്, ഇത് അൾസറിൻ്റെ ഫ്ലോറ്, ഇത് അൾസറിൻ്റെ മാർജിൻ. സോ ഡിഫറെൻറ്റ് എഡ്ജസ് ആർ ദയർ. സോ പഞ്ച്ഡ് ഔട്ട് എഡ്ജസ് നേരത്തെ പറഞ്ഞ സിഫിലിസിലായിരിക്കും കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ് അണ്ടർമൈൻഡ് എഡ്ജസ്. അണ്ടർമൈൻഡ് സ്ലോപ്പിംഗ് എഡ്ജ്. സ്ലോപ്പിംഗ് എഡ്ജ്, ഒരു അൾസറിൻ്റെ എഡ്ജസ് ഇങ്ങനെ ഇതുപോലെ സ്ലോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ അൾസർ ഒരു ഹീലിംഗ് അൾസർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഞ്ച്ഡ് ഔട്ട് അൾസർ ആണ്, ഇതുപോലെയുള്ള അൾസർ ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഈസ് സീൻ ഇൻ സിഫിലിസ് ആൻഡ് ട്രോപ്പിക് അൾസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കി വച്ചേക്കണം. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ മാർക്ക് നഷ്ടപ്പെടുത്തി കളയാതെ അത് കിട്ടും കേട്ടോ. സോ അണ്ടർമൈൻഡ് എഡ്ജസ് ഈസ് സീൻ ഇൻ ട്യൂബർക്കുലോസ് അൾസർ and rolled ulcer is seen in basal cell carcinoma. So basal cell carcinoma വേറെ പേരാണ് റോഡന്റ് അൾസർ. ഓക്കെ, അത് ഫേസിന്റെ റീജിയനിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. basal cell carcinoma or rodent ulcer. So everted edge ഉണ്ടെങ്കിൽ it is known as squamous cell carcinoma. Okay. Next discharge. അപ്പോൾ അൾസറിന്റെ അകത്ത് നിന്ന് ഒരു ഡിസ്ചാർജ് വരും. സോ സെറസ് ഡിസ്ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹീലിംഗ് അൾസർ. ഹീലിംഗ് അൾസർ എപ്പോഴും ഓർമ്മിക്കുക, the bloody discharge is seen from the malignant ulcer and discharge with the bony spicules is seen in the osteomyelitis and greenish discharge is seen in pseudomonas infection. Okay, serous discharge is seen in healing ulcer, purulent discharge is seen in septic ulcer, bloody discharge is seen in malignant ulcer and discharge with the bony spicules will be seen in osteomyelitis. Greenish discharge will be seen in സ്യൂഡോമോണാസ് ഇൻഫെക്ഷൻ. അൾസറിനെ ഡ്രസ് ചെയ്യുന്ന കാര്യം അത് ജസ്റ്റ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. എപ്പോഴും സെൻറ്ററിൽ നിന്ന് പെരിഫറിയിലോട്ട് വേണം ഒരു അൾസറിനെ ഡ്രസ് ചെയ്ത് വരാൻ. ഒരിക്കലും പെരിഫറിയിൽ നിന്ന് ഔട്ടറിൽ നിന്ന് സെൻറ്ററിലോട്ട് ഡ്രസ് ചെയ്യാൻ പാടില്ല. അൾസർ ഡ്രസ് ചെയ്യും മുമ്പേ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സ്റ്റെറിലൈസ് ആയിട്ട് വെക്കണം, എന്നിട്ട് വേണം അൾസർ ഡ്രസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് നമ്മളെ കലണ്ടുല ടിഞ്ചറിന് നല്ല എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ചില കേസിൽ കാർഡ് സ്റ്റിഞ്ചർ യൂസ് ചെയ്യും. കാർഡ് സ്റ്റിഞ്ചർ വെരിക്കോസ് അൾസറിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില കേസിൽ ഇച്ചിനീഷ്യ ടിഞ്ചറും അൾസർ ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫുഡ് ബാളോസ് അൾസർ. ഫുഡ് ബാളോസ് അൾസർ മീൻസ് ഷിൻ റീജിയനിലാണ് കൂടുതൽ കാണുന്നത്. അതായത് അവർ വിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ 1-2 ഇടിയൊക്കെ കിട്ടുമ്പോൾ അവർ അതായത് ടിബിയ ഷിന്നിൻ്റെ റീജിയനിലാണ് ഈ ഫുഡ് ബാളോസ് അൾസർ കൂടുതൽ കാണുന്നത്. ഇറ്റ്സ് എ നോൺ ഹീലിംഗ് അൾസർ which occur in the leg over the shin due to the direct trauma caused by the football. നെക്സ്റ്റ് പറയുന്നതാണ് വീനസ് അൾസർ. ഓക്കെ, സോ ഈ വീനസ് അൾസറിനെയും ആർട്ടീരിയൽ അൾസറിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒന്ന് അതിൻ്റെ സൈറ്റ്, രണ്ടാമത്തെ അതിൻ്റെ സിംറ്റംസ്. സോ വീനസ് അൾസർ എന്തുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻക്രീസ്ഡ് വീനസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. എങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കാണുന്നത്? പോലീസ്മെൻ, ടീച്ചേഴ്സ്, ട്രാഫിക് പോലീസ്, സാധാ പോലീസ് അല്ല, ട്രാഫിക് പോലീസ്. ഓക്കെ, സോ ദേ ആർ ബീൻ അഫക്റ്റഡ് വിത്ത് ദിസ് വെരിക്കോസ് അൾസർ ആൻഡ് ഓൾസോ കണ്ടക്ടേഴ്സ്. സോ ഇതാണ് ഒരു വീനസ് അൾസറിൻ്റെ ടിപ്പിക്കൽ സിംറ്റം. There will be leg swelling will be there and a cramping pain will be there.
സോ ക്രാമ്പിംഗ് പെയിൻ ആണോ ക്രാംസ് ആണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്രാംസ് ആണെങ്കിൽ യൂഷ്വലി എന്തുകൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ കുറവൊക്കെ കൊണ്ട് ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദർ വിൽ ബി leg pain and dark red or purple appearance of the skin, and itching of the skin will be present, and itching with the tingling will be seen. Okay, there will be soreness. ഒരു ഇമ്പോർട്ടൻ്റ് വെരിക്കോസ് വെയിന് ഒരു ഇമ്പോർട്ടൻ്റ് മെഡിസിൻ, നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് വൈപ്പറ, പൾസാറ്റില, ഹമാമിലിസ്, കൽക്കീരിയ ഫ്ലൂ, അതെല്ലാം നല്ല മെഡിസിൻസ് ആണ് ഈ വെരിക്കോസ് വെയിന് ആക്ഷൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണ ആർട്ടീരിയൽ അൾസർ. ആർട്ടീരിയൽ അൾസർ മെയിൻലി ഉണ്ടാകുന്നത് ഇഷീമിയ കാര്യമാണ്. സോ നമ്മൾ ഒരു വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും പേഷ്യൻ്റ് വെരിക്കോസ് വെയിൻ ആണെന്ന്. അല്ലാതെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, പേഷ്യൻ്റ് കറക്റ്റ് വെരിക്കോസ് വെയിൻ തന്നെയാണോ, അവിടെ ഡി വി ടി നമ്മൾ പറയും, ഡി വി ടി ഒക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ പേരെന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഡോപ്ലർ. ഓക്കെ, ഡോപ്ലർ നമ്മൾ കാലിൽ എത്രമാത്രം രക്തയോട്ടം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഡോപ്ലർ. അത് രണ്ട് തരത്തിലുള്ള ഡോപ്ലർ ഉണ്ട്, ആർട്ടീരിയൽ ഡോപ്ലർ ഉണ്ട്, വീനസ് ഡോപ്ലറും ഉണ്ട്. ഓക്കെ, ആർട്ടീരിയൽ ഡോപ്ലർ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ ദർ വിൽ ബി അത്തറോസ്ക്ലിറോട്ടിക് ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വരും. അത്തറോസ്ക്ലിറോട്ടിക് ചേഞ്ചസ് അതിൽ വെസലിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് എഴുതി വരും. നമ്മൾ പറഞ്ഞു വന്ന ആർട്ടീരിയൽ അൾസർ മെയിൻലി ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇഷീമിയ. ഓക്കെ, ഇഷീമിയ ഇറ്റ് ഈസ് എ പെയിൻഫുൾ അൾസർ. നെക്സ്റ്റ് നമ്മൾ പറയും ബർഗേഴ്സ് ഡിസീസ് ഓർ രണ്ട് ബർഗർ ഉണ്ട്, അത് പറയാം. ബർഗേഴ്സ് ഡിസീസ് ഓർ TAO ഓർ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ്. ഈ TAO അല്ലെങ്കിൽ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് മെയിൻലി ആർക്കാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ സ്മോക്കേഴ്സിനാണ് കൂടുതൽ ഇത് ഉണ്ടാവുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ആർട്ടീരിയൽ അൾസറും വീനസ് അൾസറും. സോ ആർട്ടീരിയൽ അൾസർ ഇറ്റ് വിൽ ബി പഞ്ച്ഡ് ഔട്ട് അൾസർ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞതുപോലെ ഈ ആർട്ടീരിയൽ അൾസർ വിൽ ബി പഞ്ച്ഡ് ഔട്ട് അൾസർ വിൽ ബി സീൻ. മെയിൻലി നൈറ്റ് പെയിൻസ് ആർ സീൻ. Discharge will be very little. Venous ulcer, it is a shallow and superficial ulcer. It is a irregularly shaped ulcer. Discharge first discharge ആയിരിക്കും കൂടുതൽ കാണുന്നത്. സോ ട്രോപ്പിക് അൾസർ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ഇഫക്റ്റീവ് ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു അൾസറാണ് ട്രോപ്പിക് അൾസർ. ആൻഡ് അലോങ് വിത്ത് ദ ന്യൂറോളജിക്കൽ ഡിഫക്റ്റ്, ബ്ലഡ് സപ്ലൈ കുറയുന്നു, ന്യൂട്രീഷൻ ആർട്ടറിക്കുള്ള ന്യൂട്രീഷനൊക്കെ കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അൾസറാണ് ട്രോപ്പിക് അൾസർ. യൂഷ്വലി അത് പെയിൻലെസ് അൾസറാണ്. ഓക്കെ, പെയിൻലെസ് അൾസർ ആയിരിക്കും. മോസ്റ്റ് കോമൺ സൈറ്റ് ഇഷ്യം. യൂഷ്വലി ഓൾഡ് ഏജ് വയസ്സായ അപ്പൂപ്പനമ്മമാരൊക്കെ കുറേ നാൾ വയ്യാതെ കിടക്കുമ്പോഴൊക്കെയാണ് ഇത് കൂടുതൽ വന്നത്. ട്രോപ്പിക് അൾസർ ഓർ ബെഡ് സോഴ്സ്, ഇഷ്യം, ഗ്രേറ്റഡ് ട്രോക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കിടക്കുന്ന വീട്ടിലെങ്ങാനും നിങ്ങൾ എങ്ങാനും പോയി മെഡിസിനെല്ലാം കൊടുക്കുകയോ പാലിയേറ്റീവ് വിസിറ്റ് അങ്ങനെ പോകുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബെഡ് എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്ന് ഇയർബഡ് അല്ലെങ്കിൽ വാട്ടർ ബെഡ് യൂസ് ചെയ്യുക. ഒരു മണിക്കൂറിലും ആ അഫക്റ്റ് ആയിട്ടുള്ള ആ റീജിയനിൽ പേഷ്യൻ്റ് അങ്ങോട്ടോ അപ്പുറത്തോ ഇപ്പുറത്തോ സൈഡിലോട്ട് ചരിച്ച് കിടക്കുക. പിന്നെ നമ്മളെ ജനറൽ മാനേജ്മെൻറ്റും പിന്നെ നമ്മളെ മെഡിസിൻസും എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇഷ്യൂമാണ് മോസ്റ്റ് കോമൺ സൈറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അൾസറാണ്. അൾസർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്കിന്നിനും മ്യൂക്കസ് മെംബ്രെയിനും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, അതായത് അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അൾസർ ഫോം ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോളർ ബട്ടൺ അൾസർ. അത് യൂഷ്വലി കോൺസ് ഡിസീസിലും അൾസറേറ്റീവ് കൊളൈറ്റീസിലുമാണ് കാണുന്നത്. നെക്സ്റ്റ് പഞ്ച്ഡ് ഔട്ട് അൾസർ എന്ന് പറഞ്ഞ അൾസറുണ്ട്. യൂഷ്വലി ഇറ്റ് ഈസ് സീൻ ഇൻ സിഫിലിസ് ആൻഡ് ഗമാറ്റസ് അൾസർ വിൽ ബി സീൻ. സോ അൾസറിൻ്റെ അനാറ്റമി പറയുകയാണെങ്കിൽ അതിനൊരു മാർജിനുണ്ട്. അൾസറിനെ വേറെ ഇതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മാർജിനുണ്ട്. പിന്നെ അവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ മാർജിനും ഫ്ലോറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് അൾസർ, ഇത്രയും റീജിയനാണ്. ബേസ് എന്ന് പറഞ്ഞാൽ അൾസർ എവിടെയാണ് ഇരിക്കുന്നത് അതിനെയാണ് ബേസ് എന്ന് പറയുന്നത്. സോ സ്ലോപ്പിംഗ് അൾസർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹീലിംഗ് അൾസർ.
Punched out ulcer is seen in case of syphilis. Undermined edges is seen in case of tuberculosis. And rolled out or bacillary cell carcinoma. Rolled out ulcer is seen in basal cell carcinoma of the rodent ulcer. ഈ കേസിലാണ് rolled out or punched out rolled out ulcer കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇവേർട്ടഡ് ulcer it is seen in squamous cell carcinoma. യൂഷ്വലി ഹീലിംഗ് അൾസർ സെറസ് ഡിസ്ചാർജ് ആയിരിക്കും. പിന്നെ ബ്ലഡി ഡിസ്ചാർജ് വന്നാൽ മാലിഗ്നന്റ് അൾസർ ആണെന്ന് കൺഫേം ചെയ്യുക. പക്ഷെ എല്ലാ ബ്ലഡി ഡിസ്ചാർജും മാലിഗ്നന്റ് അൾസർ ആവാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അൾസറിനെ ഡ്രസ് ചെയ്യുമ്പോൾ ആ ഗ്രാനുലേഷൻ ടിഷ്യൂ ഒന്ന് നേരെ തുടയ്ക്കുമ്പോൾ ഒരു ബ്ലീഡിങ് വരാനുള്ള സാധ്യത കാണും. ബോണീസ് പിക്യൂൾസ് ഡിസ്ചാർജിൻ്റെ കൂടെ ബോണീസ് പിക്യൂൾസ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ കേസ് ഓഫ് ഓസ്റ്റിയോമൈലൈറ്റിസ്. ഗ്രീൻ ഡിസ്ചാർജ് ആണെങ്കിൽ ദർ വിൽ ബി സീഡോമോണാസ് ഇൻഫെക്ഷൻ. ഫുട്ബോളേഴ്സ് അൾസർ യൂഷ്വലി ഫുട്ബോൾ കളിക്കുന്നവർക്കായിരിക്കും കൂടുതൽ കാണുന്നത്. ഷിൻ റീജിയനിലായിരിക്കും കൂടുതൽ കാണുന്നത്. വീനസ് അൾസർ വീനസ് ബ്ലഡ് ഫ്ലോയ്ക്കുള്ള ഒബ്സ്ട്രക്ഷൻ കാരണവർ ഉണ്ടാക്കുന്ന അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈറ്റ് മീഡിയൽ സൈഡ് ഓഫ് ദ ലോവർ 1/3 ഓഫ് ദ ലെഗ്. ഓക്കെ, യൂഷ്വലി പെയിൻലെസ് അൾസർ ആണ്. ദർ വിൽ ബി ലെഗ് സ്വെല്ലിംഗ്, ക്രാമ്പിംഗ് പെയിൻ. The leg pain will be there. There will be itching of the skin will be there. So arterial ulcer mainly ischemic ulcerന്റെ അകത്ത് വരുന്നതാണ്. Mostly located on the lateral surface of the angle or distal digit. So ഇത് punched out appearance ആയിരിക്കും ഇതിൽ കൂടുതൽ കാണുന്നത്. പെയിൻഫുൾ ആണ്. ബർഗേഴ്സ് ഡിസീസ് ഓർ ത്രോംബോൾജൈറ്റിസ് ഒബ്ലിറ്ററൻസ് അവർ സ്മോക്കേഴ്സ് എന്നാണ് കൂടുതൽ ഈ ഡിസീസ് കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് പൾസൊക്കെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യൂഷ്വലി ഒരു ടിപ്പിക്കൽ ലൊക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് ടൈം ഓഫ് എക്സ്റ്റൻസർ ഹാലോസിസ് ബ്രൂസ്. ഓക്കെ, വീനസ് അൾസർ ഇറഗുലർ ഷേപ്പായിരിക്കും, പസ് കാണും. ആർട്ടീരിയൽ അൾസർ യൂഷ്വലി ടിപ്പിക്കൽ പഞ്ച്ഡ് ഔട്ട് അൾസർ ആയിരിക്കും കാണുന്നത്. നൈറ്റ് പെയിൻ കാണും, ഡിസ്ചാർജും കാണും. ട്രോപ്പിക് അൾസർ മീൻസ് ഒരുപാട് നാൾ ഒരു ന്യൂട്രീഷണൽ ഡിഫക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ട്രോപ്പിക് അൾസർ വന്നത്. യൂഷ്വലി ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ ആയിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യത. ട്രോപ്പിക് അൾസർ ഇതിൻ്റെ വേറെ പേരാണ് ബെഡ് സോർ. അത് കൂടുതലായിട്ട് കാണുന്നത് ഇഷ്യത്തിലാണ്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ഈസ് മാർട്ടോളിസ് അൾസർ. സോ ഇത് മൊത്തത്തിലൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയേ. മാർട്ടോളിസ് മീൻസ് ഹൈപ്പർടെൻസീവ് പേഷ്യൻസിൽ വന്ന അൾസറാണ് മാർട്ടോളിസ് അൾസർ. ഓക്കെ, അവിടെ ഒരു അത്തറോസ്ക്ലിറോട്ടിക് ചേഞ്ച് കാണും. മാർട്ടോളിസ് അൾസർ ഇതാണ് മാർട്ടോളിസ് അൾസർ. ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാഫിലായിരിക്കും ഈ മാർട്ടോളിസ് അൾസർ യൂഷ്വലി വന്നത്. മാർട്ടോളിസ് അൾസർ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലായിരിക്കും കാണുന്നത്. സൈറ്റ് മോസ്റ്റ് കോമൺലി കാഫിലായിരിക്കും കൂടുതൽ കാണുന്നത്. അൾസർ വിൽ ബി പഞ്ച്ഡ് ഔട്ട് അപ്പിയറൻസ്. നെക്സ്റ്റ് ബ്രെൻസ്റ്റൈൽ അൾസർ മീൻസ് ദ പോസിറ്റീവ് ഓർഗാനിസം മൈക്കോബാക്ടീരിയം അൾസറൻസ്. ഓക്കെ, so there will be chronic and undermined ulcer. ഈ ബ്രെൻസ്റ്റൈൽ അൾസറിൻ്റെ ഒരു സിവിയർ ഫോമാണ് ബ്രൂളി അൾസർ. ഓക്കെ, പഞ്ച്ഡ് ഔട്ട് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ബ്രൂളി അൾസർ. നെക്സ്റ്റ് മാർജോളിസ് അൾസർ മെയിൻലി ഫ്രം ദ സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് എ സ്കാർ. ഒരു കുറേ നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു കാർസിനോമ വന്നു കഴിഞ്ഞ് സ്കാർ ഫോർമേഷനും അൾസറും എല്ലാം ആയതിനു ശേഷം വന്നതാണ് ഈ മാർജോളിസ് അൾസർ. Marjolis ulcer means it's a squamous cell carcinoma of a long standing duration. പെയിൻലെസ് ആണ് കേട്ടോ. മാർജോളിസ് അൾസർ പെയിൻലെസ് ആണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിച്ചാലായി പേഷ്യൻ്റ് ഡെവലപ്പ് അൾസർ ഓൺ ദ ദിസ് ലൊക്കേഷൻ ആൻഡ് ദ പേഷ്യൻ്റ് ഇസ് ക്രോണിക് ഹൈപ്പർടെൻസീവ് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിച്ചാലായി. കാരണം ഹൈപ്പർടെൻസീവ് ഒക്കെ കണ്ടാൽ ഉടനെ എഴുതേണ്ടത് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് മാർജോളിസ് അൾസർ എഴുതാം. മാർജോളിസ് അൾസർ ഹിസ്റ്ററി ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാവും. മെലനീസ് അൾസർ. ഓക്കെ, നമ്മുടെ മാസ്റ്റർ ഹനുമാൻ്റെ വൈഫ് മെലനി അല്ല, ഇത് വേറെ മെലനീസ് അൾസർ. മെലനീസ് അൾസർ യൂഷ്വലി
പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ടിന് ശേഷം വന്നതാണ് മെലനീസ് അൾസർ. ഓക്കെ, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്ക്, സ്റ്റെഫൈലോകോക്ക് ആൻഡ് അനേറോബിക് ഓർഗാനിസം ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ് സോർ. സോഫ്റ്റ് സോർ ഓർ ചാങ്കറിനോട് ഇറ്റ് ഇസ് മെയിൻലി പോസിറ്റീവ് ഓർഗാനിസം ആണ് ഹിമോഫിലസ് ഡൂക്രി. ഹിമോഫിലസ് ഡൂക്രി ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇറ്റ് വിൽ ബി മൾട്ടിപ്പിൾ ആൻഡ് പെയിൻഫുൾ അൾസർ. നെക്സ്റ്റ് ബേസിൻ അൾസർ. ബേസിൻ അൾസർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഫീമെയിൽസിലായിരിക്കും കൂടുതൽ കാണുന്നത്. യങ് ഫീമെയിൽസ് ഒക്കെ ഇൻ ദ ലോവർ വൺ തേർഡ് ഓഫ് ദ ലെഗ് ആൻഡ് ആംഗിൾ. മെയിൻലി യങ് ഒബിയസ് ഫീമെയിൽസിലായിരിക്കും കൂടുതൽ കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ബിഗിൻസ് വിത്ത് എറിത്തമാറ്റസ് പർപ്പിളിഷ് നോഡ്യൂൾസ്. ഓക്കെ, ഇത് തുടങ്ങുമ്പോൾ ദർ വിൽ ബി എ ടിപ്പിക്കൽ എറിത്തമാറ്റസ് പർപ്പിളിഷ് നോഡ്യൂൾ അപ്പിയറൻസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യം ഇട്ടുന്ന പേരാണ് എറിത്രോസൈനോസിസ് തുർജിഡ. ഓക്കെ, ഇതാണ് ബേസിൻ അൾസർ. ബേസിൻ അൾസർ യൂഷ്വലി ഒബിയസ് ആയിട്ടുള്ള ഫീമെയിൽസിലായിരിക്കും കാണുന്നത്. അത് തുടങ്ങുമ്പോൾ ആ ഫാറ്റ് ഡെപ്പോസിഷൻ അതെല്ലാം ഉള്ളത് കൊണ്ട് അത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഒരു റെഡിഷ് പിമ്പിൾസ് പോലെയാണ് തുടങ്ങുന്നത്, നോഡ്യൂൾസ് പോലെയാണ് തുടങ്ങുന്നത്. കാഫാണ് അതിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ്. ഓക്കെ, സോ ഒബിയസ് ഫീമെയിൽസിലായിരിക്കും ബേസിൻ അൾസർ കൂടുതൽ വരും. നെക്സ്റ്റ് കോർട്ടിസോൾ അൾസർ. കോർട്ടിസോൾ അൾസർ ഒരുപാട് സ്റ്റീറോയിഡൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡി വി ടി പറയണം, ഡി വി ടി ഓർ റിബോ ത്രോംബോസിസ്. ഡി വി ടി മെയിൻലി നമ്മളെ കാഫ് വെയിൻസിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇതിൽ കുറച്ച് സൈൻസ് ഒക്കെ ഉണ്ട്, ആ സൈൻ ഒന്ന് പഠിച്ചു വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സോ മോസ്റ്റ് കോമൺ സൈറ്റ് ഈസ് കാഫ് വെയിൻ ആൻഡ് കാഫ് ടെൻഡർനെസ് ഈസ് ദ earliest sign. There will be calf tenderness. Okay. So DVT most important sign there will be calf tenderness will be calf tenderness is the earliest sign. ഇതിലാണ് വെർച്ചോസ് ട്രയാഡ്. വെർച്ചോസ് ട്രയാഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ വീനസ് സ്റ്റാസിസ്, എൻഡോത്തീലിയൽ ഇഞ്ചുറി ആൻഡ് ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ്. So Hoffman sign is positive in DVT. Hoffman sign means dorsiflexion of the foot will produce pain in the calf. അപ്പോൾ ഫൂട്ടിൻ്റെ അവിടെ ഒന്ന് ഡോസിഫ്ലക്ഷൻ കൊടുക്കുമ്പോൾ ഈ കാഫ് റീജിയൻ്റെ അവിടെ പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാകും. ഡോസിഫ്ലക്ഷൻ ഓഫ് ദ ഫൂട്ട്. സോ ദ ഡോസിഫ്ലക്ഷൻ ഓഫ് ദ ഫൂട്ട് വിൽ പ്രൊഡ്യൂസ് പെയിൻ ആൻഡ് ടെൻഡർനെസ് ഓഫ് ദ കാഫ് റീജിയൻ. യൂഷ്വലി the main symptoms include there will be throbbing or cramping pain. Throbbing or cramping pain. There will be redness and swelling. Okay, throbbing or cramping pain, redness and swelling. So mainly it is due to the increased coagulation tendency. Okay, increased coagulation tendency of the blood, and also due to any vessel injury and blood stasis. All these three, that is a virtuous triad: hypercoagulability, blood stasis and vessel injury. All the three led to the formation of DVT, and the main symptoms include throbbing or cramping pain, redness and swelling, and there will be hard and sore veins. So Moses sign എന്ന് പറയുമ്പോൾ there will be calf tenderness on direct pressure on calf. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹൊമാൻ സൈൻ എന്ന് പറഞ്ഞാൽ ഡോസിഫ്ലെക്ഷൻ ഓഫ് ദ ഫുഡ് വിൽ പ്രൊഡ്യൂസ് പെയിൻ ഇൻ ദ കാഫ്. പക്ഷേ മോസസ് സൈൻ എന്ന് പറഞ്ഞാൽ കാഫിൽ തന്നെ പിടിക്കുമ്പോൾ കാഫിൽ ഡയറക്റ്റ് പ്രഷർ കൊടുക്കുമ്പോൾ കാഫിൽ ഒരു ടെൻഡർനെസ് വരും. നെക്സ്റ്റ് പ്രാറ്റ് സൈൻ എന്ന് പറഞ്ഞാലും മോസസ് സൈനിനെ പോലെയാണ്, പക്ഷേ ഓരോ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാഫിനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൽ പെയിൻ വരുന്നത്. സോ ഡി ഡൈമറാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ പോസ്റ്റ് കോവിഡിൻ്റെ സാഹചര്യത്തിലും ഈ വാക്സിനൊക്കെ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്
നമ്മൾ വാക്സിനൊക്കെ എടുത്തതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പം മോസ്റ്റ്ലി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഡി ഡൈമർ. ഓക്കെ, അപ്പോൾ ഡി ഡൈമർ ചെക്ക് ചെയ്യുമ്പോൾ ആ ഡി ഡൈമർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിയിൽ കുറച്ച് മെഡിസിൻ ഉണ്ട്. അത് കുറേ ഡോക്ടേഴ്സ് കുറേ മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് ക്രോട്ടാലസ് വെർഗസ്. ഓക്കെ, ക്രോട്ടാലസ് വെർഗസ് 230 നല്ലൊരു മെഡിസിനാണ്. ഈ ഡി ഡൈമറിൻ്റെ ലെവല് കൂടി നിൽക്കുമ്പോൾ ഉള്ള നല്ലൊരു മെഡിസിനാണ് ക്രോട്ടാലസ് വെർഗസ്. സോ നമ്മൾ പറഞ്ഞു വന്ന അൾസേഴ്സ്. സോ മാർട്ടോളിസ് അൾസർ യൂഷ്വലി ഹൈപ്പർടെൻസീവ് പേഷ്യൻസിലായിരിക്കും കാണുന്നത്. ബ്രൺസ്റ്റൈൽ അൾസർ അതിൻ്റെ മോസ്റ്റ് കോമൺ കോസാണ് മൈക്രോബാക്ടീരിയം അൾസറൻസ്. അതിൻ്റെ സിവിയർ ഫോമിനെയാണ് ബ്രൂളീസ് അൾസർ എന്ന് പറയുന്നത്. മാർജോളിൻസ് അൾസർ സ്ക്വാമസ് സെൽ കാർസിനോമ കുറേ നാൾ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് ഈ മാർജോളിൻസ് അൾസർ എന്ന് പറയുന്നത്. മെലനീസ് അൾസർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ടിന് ശേഷം വന്ന അൾസറാണ് മെലനീസ് അൾസർ. സോഫ്റ്റ് ഷാങ്കർ ല്യൂക്രി അൾസർ ഓർ ഷാങ്ക്രിനോൺ ഹിമോഫിലസ് ല്യൂക്രിയാണ് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം. ബേഷ്യൻസ് അൾസർ എന്ന് പറഞ്ഞാൽ മെയിൻലി യങ് ഫീമെയിൽസ്, ഒബിയസ് ആയിട്ടുള്ള യങ് ഫീമെയിൽസിലായിരിക്കും കൂടുതൽ കാണുന്നത്. ഫസ്റ്റ് അത് തുടങ്ങുമ്പോൾ ദർ വിൽ ബി എ റെഡിഷ് എറിത്തമാറ്റസ് പൾപ്പിഷ് നോഡ്യൂൾസ്. ഓക്കെ, ഒരു ചെറിയൊരു റെഡിഷ് അപ്പിയറൻസ് ഉള്ള നൊഡ്യൂൾസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ ഫസ്റ്റ് പേര് എരിത്തമ ഇൻഡുറേറ്റം എന്നും അതിന് വേറെ പേര് പറയാറുണ്ട്. കോർട്ടിസോൾ അൾസർ സ്റ്റീറോയിഡ്സ് ഒരുപാട് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഡി ബി ടിയിൽ കാഫ് ടെൻഡർനെസ് ആണ് കൂടുതൽ കാണുന്നത്. അതിൽ വെർച്ചോസ് ട്രയൽ ഉണ്ട്, ദാറ്റ് ഈസ് വീനസ്റ്റാസിസ്, എൻഡോത്തീലിയൽ ഇഞ്ചുറി ആൻഡ് ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് കോമാൻ സൈൻ. കോമാൻ സൈൻ എന്ന് പറഞ്ഞാൽ ഡോസിഫ്ലെക്ഷൻ ഓഫ് ദ ഫുഡ് വിൽ പ്രൊഡ്യൂസ് പെയിൻ ഓൺ ദ കാഫ്. ഡോസിഫ്ലെക്ഷൻ ഓഫ് ദ ഫുഡ് വിൽ പ്രൊഡ്യൂസ് പെയിൻ ഓൺ ദ കാഫ്. And the symptoms, there will be throbbing pain, redness and swelling. മോസസ് സൈൻ എന്ന് പറഞ്ഞാൽ കാഫിൽ തന്നെ പ്രഷർ കൊടുക്കുമ്പോൾ കാഫിൽ ടെൻഡർനെസ് ഉണ്ടാകുന്നതാണ് മോസസ് സൈൻ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ദ കാഫ് ടെൻഡർനെസ് ആൻഡ് സ്ക്യൂസിങ് ഫ്രം സൈഡ് ടു സൈഡ്. കാഫിനെ പുറത്തോട്ടും പ്രസ് ചെയ്യുമ്പോൾ കാഫിൻ്റെ അവിടെ ഒരു ടെൻഡർനെസ് കാണും. അതിനെയാണ് ഫ്ലാറ്റ് സൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡി ഡൈമറാണ് അതിൻ്റെ ഡയഗ്നോസിസ്. പിന്നെ ഡോക്ടർ എടുത്താലും അറിയാൻ പറ്റും. നെക്സ്റ്റ് മധുര ഫുഡ്. ഓക്കെ, സോ മധുര ഫുഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാനുലോമറ്റസ് ഡിസീസ്. So this is the typical appearance of Madura food, and the causative organism is Actinomyces madurae. Okay, this is the causative organism of Madura food. So there will be flattening of the convexity of the inner foot. There will be flattening of the convexity. ഈ റീജിയനിലെ കോൺവെക്സിറ്റി ഫിഷിന് നഷ്ടപ്പെടും. So it will be firm and painless in appearance. Okay, firm and painless in appearance, followed by vesicles and watery discharge. ഈ വാട്ടറി ഡിസ്ചാർജ് ഇതെല്ലാം വരുമ്പോൾ പിന്നെ അവിടെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷോക്ക് ഈസ് എ ലൈഫ് ഡെലിവർ ത്രെട്ടണിങ് കണ്ടീഷൻ വിച്ച് occurs when the circulatory system fails to form the body. അപ്പോൾ ഷോക്കിനെ തന്നെ പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഏത് കോസ് കൊണ്ടാണ് ഷോക്ക് വന്നത്. സെപ്റ്റിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം. പാങ്ക്രിയാറ്റിക് ടിഷ്യൂലിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഷോക്ക് വരാം. ബേൺസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഷോക്ക് വരാം. അനാഫൈലാക്സിസ്, അതായത് ഈ അർട്ടിക്കേരിയ അനാഫൈലാറ്റിക് റിയാക്ഷനിൽ ഷോക്ക് വരാം. എൻഡോക്രൈൻ ഡിസീസ് ഉണ്ടെങ്കിൽ ഷോക്ക് വരാം. അഡ്രിനൽ ഡിസീസ് ഉണ്ടെങ്കിൽ ഷോക്ക് വരാം. കാർഡിയാക്കാസ് ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മയോകാർഡൈറ്റിസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വരാം. നെക്സ്റ്റ് ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക് ആൻഡ് ഹൈപ്പോവോളിമിക് ഷോക്ക്. സോ ഷോക്കിൽ ജസ്റ്റ് ഈ ഒരു ഫിഗർ മാത്രം നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ ഹൈപ്പോവോളിമിക് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നമുക്ക് മനസ്സിലാവാം ഒരുപാട് ബ്ലീഡിങ് വന്നതുകൊണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോസാണ് ഹെമറേജ്. ഓക്കെ, ഹെമറേജ്, ബേൺസ് ആൻഡ് ഡീഹൈഡ്രേഷൻ, അത് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് നഷ്ടപ്പെട്ട് ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് സെപ്റ്റിക് ഷോക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ കൊണ്ട്, അതായത് നമ്മളിനി പറയും മറ്റേ നമ്മൾ ഗ്യാസ് ഗാംഗ്രീനോ അങ്ങനെയുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ
കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ആസ് എ കോംപ്ലിക്കേഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എക്സെട്ര. ന്യൂറോജനിക് ഷോക്ക് മീൻസ് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്തെങ്കിലും പ്രശ്നം വന്നാൽ. അനാഫൈലാറ്റിക് ഷോക്കാണ് മെയിൻലി ഈ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. സോ ഷോക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാവും, പിന്നെ MI, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ, മൾട്ടി ഓർഗൻ ഫെയിലിയർ, ഇതെല്ലാം ഷോക്കിൻ്റെ കോൺസിക്വൻസാണ്. അപ്പോൾ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ചൂട് സാഹചര്യത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അല്ലേ. നമ്മൾ കറക്റ്റ് വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലുള്ള ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി, പിന്നെ ഹീറ്റ് സ്ട്രോക്കും ഹീറ്റ് എക്സോഷനും അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ് നമ്മളെ ബോഡിയിലെ ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ നോർമൽ വാല്യൂ. ഓക്കെ, ഈ നോർമൽ വാല്യൂ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഒരു പേപ്പറിൽ അങ്ങനെ എഴുതി റൂമിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ നോട്ടിച്ച് വെച്ചിരുന്നാൽ കൊള്ളാം. സോ സോഡിയം, നോർമൽ വാല്യൂ ഓഫ് സോഡിയം ഈസ് അബൌട്ട് 135 to 145 MEQ per liter. Potassium, the normal value is about 3.5 to 5.5. Calcium, the normal value is about 8.5 to 10.5. Magnesium 1.5 to 2.5. So bicarbonate 24 to 30. Chloride 95 to 105. ഈ ഒരു ഫിഗർ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇതിനൊന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൽ സിമ്പിളായിട്ട് ഓരോ ഇലക്ട്രോലൈറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓരോ ഇലക്ട്രോലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റും. ഫസ്റ്റ് സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിൽ ഹെഡേക്ക്, കൺഫ്യൂഷൻ, നോസിയ ഇതെല്ലാം കൂടുതൽ കാണുന്നത്. ദെൻ ഹാലൂസിനേഷൻ. എപ്പോഴും ഈ വയസ്സായ ആൾക്കാർ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മമാരോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണമെന്നും ഒരു ഇതും കാണത്തില്ല. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മക്കുറവോ അങ്ങനെയൊക്കെ വരുമ്പോൾ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും റിസൾട്ട് ഒന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് സോഡിയം പൊട്ടാസ്യം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ കുറേ മെഡിസിൻ ഉണ്ട്, നാട്രം ഫോസ്, നാട്രം മ്യൂറ്, അങ്ങനെ കുറേ മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അലോപ്പതിയിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിറപ്പ് അവൈലബിൾ ആണ് ഓൾഡ് ഏജിലൊക്കെ ആകുമ്പോൾ കൊടുക്കാനായിട്ടുള്ള. പക്ഷെ നമുക്ക് നമ്മളെ മെഡിസിനാണ് കൊടുക്കുന്നത് കൂടുതൽ നല്ലത്. സോ ദെൻ ഫോസ്ഫറസ് കുറയുമ്പോൾ യൂഷ്വലി ദർ വിൽ ബി മസിൽ ക്രാംസ് വിൽ ബി ദയർ. ക്ലോറിൻ കുറയുമ്പോൾ അതുപോലെ തന്നെ സ്വെല്ലിംഗ് ആൻഡ് കൺഫ്യൂഷൻ. സോ കാൽഷ്യം കുറയുമ്പോഴാണ് ട്രോസൈൻ എന്ന് പറഞ്ഞാൽ BP സ്പിഗ്മോമീറ്റർ വെച്ച് BP റൈസ് ചെയ്ത് വരുമ്പോൾ ഒരു ഹാൻഡ് ഒരു ടിപ്പിക്കൽ പൊസിഷൻ, അക്കൗച്ചസ് പൊസിഷൻ, BP റൈസ് ചെയ്തിട്ട് കുറച്ച് നേരം അത് ഹോൾഡ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ട്രോസൈൻ മീൻസ് place the blood pressure around the arm and inflate it greater than the systolic blood pressure. Hold it for 3 minutes. അപ്പോൾ ഈ typical appearance ആണ്. Okay, the hand will draw thumb and metacarpal phalangeal joint will be flexed but the fingers will be extended. This metacarpophalangeal joint will be flexed but the fingers will be extended. Next, ചോവക് സൈൻ മീൻസ് ഹൈപ്പോകാൽസ്യമിലായിരിക്കും കൂടുതൽ കാണുന്നത്. നമ്മൾ ഫേഷ്യൽ നെർവിൻ്റെ അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫേസിൻ്റെ അപ്പിയറൻസ് മാറും. ഓക്കെ, ട്വിച്ചിങ് ഉണ്ടാവും, അവിടെ ഒരു ട്വിച്ചിങ് ഉണ്ടാവും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ പറഞ്ഞത് നമ്മൾ അതാണ്. കാൽഷ്യത്തിനും മഗ്നീഷ്യത്തിനും അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് പൊട്ടാസ്യം കുറയുമ്പോൾ വീക്ക്നെസ് ഉണ്ടാവും, അരിത്തീമിയ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ അതെല്ലാം ഉണ്ടാവും. സോ പൊട്ടാസ്യം കൂടാനായിട്ട് 2 സോഴ്സ്, ഒന്ന് വാഴപ്പഴവും ഒന്ന് നമ്മൾ കരിക്ക് വെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം, അതെല്ലാം പൊട്ടാസ്യം റിച്ച് ആണ്. നെക്സ്റ്റ് ബൈകാർബണേറ്റ് കുറയുമ്പോൾ ഹെഡേക്ക്, ആസിഡ് ബേസ് ഇംബാലൻസ് എല്ലാം വരാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഇലക്ട്രോലൈറ്റ് കുറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. ഇനി കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് അജിറ്റേഷൻ. ഓക്കെ, ഒരു ഉറക്കം കറക്റ്റ് വരാതിരിക്കുക, ഹാർട്ട് ബീറ്റ് കൂടുക, അതെല്ലാം. സോ ഫോസ്ഫറസ് കൂടിക്കഴിഞ്ഞാലും മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ ദർ വിൽ ബി സിംറ്റംസ് ഓഫ് നോസിയ. കാൽഷ്യം കൂടുമ്പോൾ വേറൊരു കണ്ടീഷനും ഉണ്ടാവും, സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, മെയിൻലി റീനൽ സ്റ്റോൺസ് ആയിരിക്കും കൂടുതൽ ഫോം ചെയ്യണം. മഗ്നീഷ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്സസ് ഒന്നും ബോഡിയിൽ അറിയാൻ പറ്റത്തില്ല. സോ പൊട്ടാസ്യം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിന് അരിത്തീമിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും.
പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ അരിത്തിമിയ, ഡയേറിയ ഉണ്ടാവും. കുറഞ്ഞു കഴിഞ്ഞാലും വീക്ക്നെസ്സും കോൺസ്റ്റിപ്പേഷനും അരിത്തിമിയ എല്ലാം ഉണ്ടാവും. സോ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും കുറച്ച് എമൗണ്ട് ഓഫ് ബ്ലഡ് പോകുമ്പോഴാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടിയ കണ്ടീഷൻ വരുന്നത്. സോ എങ്ങനെയുള്ള കണ്ടീഷനാണ്, അതായത് 2000 ml ഓഫ് ബ്ലഡിൽ കാട്ടി കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്ലഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഹീമോക്രൈറ്റ്, അതായത് ബ്ലഡിന് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ നോക്കണം. MCHG, MCV അങ്ങനെയുള്ള കുറേ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കണം. അതിൽ ഹീമോക്രൈറ്റിൻ്റെ വാല്യൂ 30% ആണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പം ഇല്ല. സോ നമ്മൾ കുറേ കമ്പോണൻറ്റ്, അപ്പോൾ നോർമലി ബ്ലഡിൻ്റെ ലൈഫ് ടൈം അബൌട്ട് 120 days ആണ്. പക്ഷേ ആ 120 daysൻ്റെ അകത്ത് തന്നെ അതിൽ നിന്ന് പല കമ്പോണൻറ്റ് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും. സോ പാക്ഡ് സെൽ എവിടെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷനിലാണ്. പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്ന ഹെമറേജ്, ത്രോംബോസൈറ്റോപീനിയ അങ്ങനെയുള്ള കണ്ടീഷനിൽ. ഫ്രഷ് പോർഷൻ പ്ലാസ്മ കൊടുക്കുന്നത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടെറ്റനസ് ആണ്. കൊളസ്ട്രീഡിയം ടെറ്റനി എന്ന് പറഞ്ഞ ഓർഗാനിസമാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ വിൽ ബി ടിപ്പിക്കലി ലോക്ക് ജോ അപ്പിയറൻസ്. ഓക്കെ, ലോക്ക് ജോ അപ്പിയറൻസ് വിൽ ബി ദെയർ. സെൻസോറിയം വിൽ ബി ഇൻടാക്റ്റ്. അപ്പം ഒരു ഇഞ്ചുറി നടന്നു കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മണ്ണിൽ ഒക്കെ പണിയെടുത്ത് കഴിഞ്ഞ് അവിടെ സമയത്ത് വെച്ച് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ TTയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. ഓക്കെ, so tetanus is also known as lockjaw. The symptoms include headache, sore throat, irritability, facial spasms, jaw stiffness ഇതെല്ലാം കാണും. ഗ്യാസ് ഗാംഗ്രീൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രീഡിയം ആണ് ഉണ്ടാക്കുന്നത്. കൊളസ്ട്രീഡിയം ഓർഗാനിസമാണ് യൂഷ്വലി. കൊളസ്ട്രീഡിയം പെർഫ്രിൻജൻസ് ആണ് ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ടിപ്പിക്കൽ അപ്പിയറൻസ്. ഗാംഗ്രീൻ്റെ ടിപ്പിക്കൽ അപ്പിയറൻസ് ഇതാണ്. So there will be pain, tenderness and signs of toxemia will be there, and profuse watery discharge will be there. So next നമ്മൾ പറഞ്ഞ ബേൺസ് എന്ന് പറഞ്ഞാൽ തെർമൽ പല കാര്യം കൊണ്ട് നമുക്ക് ബേൺസ് ഉണ്ടാവാം. പക്ഷേ തെർമൽ ബേൺ, കെമിക്കൽ ബേൺ, മെക്കാനിക്കൽ ബേൺ, ഇലക്ട്രിക്കൽ ബേൺ, റേഡിയേഷൻ ബേൺ ആൻഡ് കോൾഡ് ബേൺ. അപ്പോൾ ഇലക്ട്രിക്കൽ ബേൺ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബേണിൽ പോയിന്റ് ഓഫ് എൻട്രി, പോയിന്റ് ഓഫ് എക്സിറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ ഡിഗ്രീസ് ഓഫ് ബേൺ, എത്രമാത്രം ബേണിൻ്റെ ഗ്രേഡ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ എപ്പിഡെർമിസിനെ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. സെക്കൻഡ് ഡിഗ്രിയിൽ എപ്പിഡെർമിസിനെ ഇൻവോൾവ് ചെയ്യും, ഡെർമിസിൻ്റെ കുറച്ച് റീജിയനെ ഇൻവോൾവ് ചെയ്യും. സെക്കൻഡ് ഡിഗ്രി തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഡീപ്പ് തിക്നെസ്സിനെ ഇൻവോൾവ് ചെയ്യണം. തേർഡ് ഡിഗ്രി ആണെങ്കിൽ ഫുൾ തിക്നെസ്സിനെ ഇൻവോൾവ് ചെയ്യും. സോ ഫസ്റ്റ് ഡിഗ്രി എരിത്തുമ, സൺബേൺ ലൈക്ക് അപ്പിയറൻസ് വിൽ ബി സീൻ, യൂഷ്വലി ഹീൽഡ് ബൈ ദംസെൽസ്. സാധാരണയുള്ള വീട്ടിലെ പൊള്ളൽ, അതായത് ഈ അരിവാങ്ങിട്ട് വെക്കുക അല്ലെങ്കിൽ കുക്കർ എടുത്ത് മാറ്റുക അങ്ങനെയുള്ള കൊച്ചു സംഭവങ്ങൾ ചെയ്യുമ്പോൾ എങ്ങാനും ഒരു ബേൺസ് പോലെ വന്നു കഴിഞ്ഞാൽ അത് ഈ ഫസ്റ്റ് ഡിഗ്രി ബേണാണ്. അത് നമ്മൾ ക്യാൻതരസ് ഓയിൻമെൻ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ മാറാവുന്നതാണ് ഫസ്റ്റ് ഡിഗ്രി. സെക്കൻഡ് ഡിഗ്രി ബേണിൽ ദർ വിൽ ബി പാർഷ്യൽ തിക്നെസ് ഓഫ് ദ സ്കിൻ വിൽ ബി ഡാമേജ്. ഓക്കെ, അപ്പോൾ ക്യാൻതരസിൻ്റെ കൂടെ തന്നെ നമുക്ക് അല്ലാതെ കുറച്ച് മെഡിസിൻസും പോണ്ടി വരും. പട്ടിക്കായി ബേൺസ് ഒക്കെ നല്ല മെഡിസിൻസ് ആണ്. നെക്സ്റ്റ് തേർഡ് ഡിഗ്രി ബേൺ സ്കിന്നിൻ്റെ മൊത്തത്തിലുള്ള തിക്നെസ് പോയി. സോ ബ്ലിസ്റ്റേഴ്സ് വിൽ ബി ദെയർ. ബ്ലഡ് ബ്ലിസ്റ്റേഴ്സ് വിൽ ബി ദെയർ. ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഫാറ്റിനെയും അതിനെല്ലാം പെനിട്രേറ്റ് ചെയ്ത് പോകേണ്ടി വരും. സോ ഇതാണ് റൂൾ ഓഫ് 9. അലക്സാണ്ടർ വാലീസ് ആണ് റൂൾ ഓഫ് 9 കണ്ടുപിടിച്ചത്. ഹെഡ് ആൻഡ് നെക്കിൽ 9, ചെസ്റ്റ് അപ്പർ അബ്ഡോമൻ 9, ആംലിൽ 9, ജെനിറ്റേലിയ 1. ഓക്കെ, റൂൾ ഓഫ് 9 വാലിസ് റൂൾ ഓഫ് 9 എന്നും പറയും. സോ ബേൺസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇറ്റ് ഇൻക്ലൂഡ് വേരിങ് അപ്പോൺ ദ സിംറ്റംസ് ആൻഡ് സൈറ്റ് ഓഫ് ദ ലൊക്കേഷൻ. ഏത് സ്ഥലത്താണോ അഫക്റ്റ് ചെയ്തത്, ഏത് സ്ഥലത്താണോ ഇഞ്ചുറി അല്ലെങ്കിൽ ബേൺസ് ഏത് സ്ഥലത്താണോ അഫക്റ്റ് ചെയ്തത് അതനുസരിച്ച് സിംറ്റംസ് മാറാം. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ദാറ്റ് ഈസ് പ്ലാങ്കാർഡ് ഫോർമുല. ഓക്കെ, ഒരു ബേൺ പേഷ്യൻ്റ്, പ്ലാങ്കാർഡ് ഫോർമുല എന്നാണ് പറയുന്നത്. ഒരു ബേൺ പേഷ്യൻറ്റിന് എത്രമാത്രം
ക്രിസ്റ്റലോയിഡ് നമ്മൾ ശരീരത്തിൽ IV ആയിട്ട് കൊടുക്കണമെന്ന് അറിയാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഫോർമുല സൊല്യൂഷൻ, പിന്നെ എത്രമാത്രം ബോഡിയുടെ സർഫസ് ഏരിയ അഫക്റ്റ് ചെയ്തു, പിന്നെ ബോഡിയുടെ വെയിറ്റ്. ഓക്കെ, ഇതെല്ലാം വെച്ചാണ് ഈ പ്ലാങ്കാർട്സ് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു പറയാം. ഇപ്പോൾ മധുര ഫ്രൂട്ട് പോസിറ്റീവ് ഓർഗാനിസമാണ് ആക്ടിനോമ മധുരെ. സ്ട്രെപ്റ്റോകോക്കസും അതിൻ്റെ ഒരു പോസിറ്റീവ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാം. യൂഷ്വലി പെയിൻലെസ് ആയിരിക്കും, അത് അപ്പിയറൻസ് പെയിൻലെസ് ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് വാട്ടർ ഡിസ്ചാർജ് കാണാൻ പറ്റും, ചിലപ്പോൾ യെല്ലോ റെഡ് കളർ അപ്പിയറൻസ് കാണാൻ പറ്റും. ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷനാണ്. ഒരുപാട് കേസിൽ ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സെപ്റ്റിക് ഷോക്കായിട്ട് വരാം, ന്യൂറോജനിക് ഷോക്കായിട്ട് വരാം, സൈക്കോജനിക് ഷോക്കായിട്ട് വരാം, അനാഫൈലാറ്റിക് ഷോക്കായിട്ട് വരാം. ഏത് റീജിയനിലാണോ ഷോക്ക് വന്നേക്കുന്നത് അതിനനുസരിച്ച് സിംറ്റംസ് വേരി ആവാം. ഹൈപ്പോവോളീമിക് ഷോക്ക് മെയിൻലി ഉണ്ടാവണം ഹെമറേജ് ഒക്കെ കാരണമാണ് ഉണ്ടാവണം. ഹെമറേജ്, ബേൺസ്, ഡീഹൈഡ്രേഷൻ ഒക്കെ കാരണമാണ് ഉണ്ടാവുന്നത്. സെപ്റ്റിക് ഷോക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, നമ്മുടെ കൊളസ്ട്രീരിയ പോലെ എന്തെങ്കിലും ഓർഗൻസ് ഒക്കെ കാരണമാണ് സെപ്റ്റിക് ഷോക്ക് ഉണ്ടാകുന്നത്. കാർഡിയോജനിക് ഷോക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് ശേഷം അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി ഒക്കെ വന്നതിന് ശേഷം. ന്യൂറോജനിക് ഷോക്ക് എന്തെങ്കിലും സ്പൈനൽ കോഡ് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നതിന് ശേഷമാണ് ഉണ്ടാവണം. അനാഫൈലാറ്റിക് ഷോക്ക് അലർജിക്ക് ശേഷം. ഷോക്കിന് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. സോ അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ് ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ. പിന്നെ GIT അൾസറേഷൻ ഒക്കെ ഉണ്ടാവും. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ നോർമൽ ലെവൽ ഓഫ് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. സോഡിയം 135 to 145, പൊട്ടാസ്യം 3.5 to 5.5, കാൽസ്യം 8.5 to 10.5, സോ മാഗ്നീഷ്യം 1.5 to 2.5, ബൈകാർബണേറ്റ് 24 to 30. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം കുറയുമ്പോൾ സോഡിയം കുറയുമ്പോൾ ഹെഡേക്ക്, കൺഫ്യൂഷൻ, there will be hallucination and a cerebral edema will be seen. പൊട്ടാസ്യത്തിനാണെന്നുണ്ടെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറയും, മസിൽ ക്രാംസും കാണാൻ പറ്റും. കാൽഷ്യം അതുപോലെ തന്നെയാണ്. സോ കാൽഷ്യത്തിൻ്റെ 2 സൈൻ വരുന്നുണ്ട്. ഒന്ന് ട്രോസിസൈൻ ആൻഡ് ചോവാക്സൈൻ. ചോവാക്സൈൻ എന്ന് പറഞ്ഞാൽ പേഷ്യലിൻ്റെ നെർവിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ടിച്ചിങ് കാണാൻ പറ്റും. ട്രോസിസൈൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ അക്കൗച്ചിയസ് പൊസിഷൻ, ഹാൻഡ് അക്കൗച്ചിയസ് പൊസിഷനിലായിരിക്കും കാണുന്നത്. ദെൻ പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ there will be arrhythmia and constipation along with a headache. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഡിയത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, മസിൽ ക്രാംസ് അതെല്ലാം വരും പൊട്ടാസ്യത്തിൻ്റെ ഇതും കൂടെ കൂടിക്കഴിഞ്ഞാൽ. നെക്സ്റ്റ് കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ക്രാമ്പിങ് പെയിനും കാണും. നേരത്തെ പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 2000 ml ബ്ലഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ബ്ലഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ബ്ലഡിന്റെ ഓരോ കമ്പോണന്റ്. ടെറ്റനസിന്റെ കോസിറ്റീവ് ഓർഗാനിസമാണ് കൊളസ്ട്രീഡിയം ടെറ്റനി. അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് there will be lock jaw appearance, intact sensorium, headache, sore throat, irritability, etc. ഗ്യാസ് ഗാംഗ്രീൻ കൊളസ്ട്രീഡിയം പെർഫ്യൂജൻസ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. സോ ഇതാണ് ഗ്യാസ് ഗാംഗ്രീൻ്റെ ഇമേജ്. സോ ബേൺസിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. തെർമൽ, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് കോൾഡ് ബേൺസ്. ഓക്കെ, അപ്പം ബേൺസിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചാണ്. സോ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസ് മാത്രമേ കാണുള്ളൂ. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പിഡെർമിസിൻ്റെ കുറച്ച് പോർഷൻ ഡെർമിസിൻ്റെ കവർ ആവും. തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡീപ്പർ ലെയേഴ്സിലോട്ടുള്ള എല്ലാമാണ് തേർഡ് ഡിഗ്രി ബേൺസ്. സോ ബേൺസിലൊരു റൂൾ ഓഫ് 9 ഉണ്ട്. അത് കണ്ടുപിടിച്ച അലക്സാണ്ടർ വാലീസ് ആണ്. ഇതാണ് അതിൻ്റെ ഇത്. സോ ബേൺസ് ഉള്ള പേഷ്യൻറ്റ് കൊടുക്കാനുള്ള ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് പ്ലാക്കാർഡ് ഫോർമുല. ഓക്കെ, പ്ലാക്കാർഡ് ഫോർമുല. സോ ഇതേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം.